ഇറാൻ അതിരു കടന്നാൽ വീണ്ടും സൈനിക ആക്രമണമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. കടൽ കൊള്ളക്കാരെ പോലെയാണ് അമേരിക്ക ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് ലാഭമുള്ള പ്രവൃത്തിയാണെന്നും ട്രംപ് ഫ്ലോറിഡയിലെ റാലിയിൽ പറഞ്ഞു. Turn your ship around. Evacuate your engine room immediately. And you see all these guys running out of there. Now, they're 5 miles away. And one shot into the engine room, blew up the engine room. The ship stopped. They used tugboats, and then we landed on top of it. On top of everything else, we then land on top of it, and we took over the ship. We took over the cargo, took over the oil. It's a very profitable business. Who would have thought we were doing that? We're like pirates. We're sort of like pirates. പൈറേറ്റ്സ് എന്ന വാക്കാണ്, കടൽ കൊള്ളക്കാർ എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചത്. ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ പല കപ്പലുകളും തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്യുന്നുണ്ട് അമേരിക്ക. ഇതിനിടയിൽ 2ഓളം കപ്പലുകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഹോർമുസിൽ. ഈ കപ്പലുകളിലെ എണ്ണയടക്കമുള്ള സമ്പത്തിലാണ് ട്രംപിൻ്റെ കണ്ണ്. അതാണ് തങ്ങൾ ഈ കപ്പലുകൾക്ക് മുകളിൽ ഇറങ്ങുന്നു, പിടിച്ചെടുക്കുന്നു, ആ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന് തന്നെയാണ് പൈറേറ്റ്സ് എന്ന് ട്രംപ് സൂചിപ്പിച്ചത്. ഒപ്പം തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നതെന്നും വൈറ്റ് ഹൗസിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കൃത്യമായ മറുപടി നൽകിയില്ല. അതേസമയം 2 മാർഗങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. അതിലൊന്ന് ഇറാനെ ആക്രമിച്ച് പൂർണ്ണമായി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രധാന പോംവഴിയായി മുന്നിലുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. അങ്ങനെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇറാൻ 14 നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെക്കുന്നു. പക്ഷേ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഏറ്റവും പുതിയ ഭീഷണി ഏത് നിമിഷവും യുദ്ധമുണ്ടാകുമെന്നുള്ളതാണ്. വേണമെങ്കിൽ ഗൾഫിലെ സഖ്യരാഷ്ട്രങ്ങളെ പോലും ആക്രമിക്കും എന്ന് വീണ്ടും ഇറാൻ ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലം മറുവശത്ത് നിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ പുതിയ മാർഗം ഇപ്പോൾ കടൽ കൊള്ളക്കാരാണ് തങ്ങളെന്ന് ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ഇനിയും ഇറാൻ്റെ കപ്പലുകളെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. രഞ്ജിത്ത്, ഒരു ലോകരാഷ്ട്ര തലവനാണ് ഇത്തരത്തിൽ താൻ കടൽ കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ അമേരിക്ക കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുന്നു എന്ന് വളരെ ആഹ്ലാദത്തോടു കൂടി പറയുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ സ്വത്ത് ഇങ്ങനെ കൊള്ളയടിക്കുന്ന കാര്യത്തിലാണ് അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത്. ഫ്ലോറിഡയിൽ റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ പരാമർശമുണ്ടായത്. ഇത് കേട്ടിരുന്നവർ വലിയ തോതിൽ കൈയടിക്കുകയും ചെയ്തിരുന്നു. ട്രംപിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു, അതിനുശേഷം US സൈനികർ അതിലേക്ക് പറന്നിറങ്ങുന്നു, അതിലെ കാർഗോയും ഓയിലും തങ്ങൾ തട്ടിയെടുക്കുന്നു. ഇതൊരു ലാഭമുള്ള കാര്യമാണ്, കടൽ കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോൾ അമേരിക്ക പെരുമാറുന്നത് എന്ന് ട്രംപ് വലിയ ആഹ്ലാദത്തോടു കൂടി പറയുന്ന വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് ഫ്ലോറിഡയിൽ ഇത്തരത്തിലുള്ള പരാമർശം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം നേരത്തെ തന്നെ ഈ 14 ഉപാധികളുമായി, ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ ഭാഗമായാണ് ഇറാൻ ഇത്തരത്തിലൊരു 14 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇത് തള്ളിക്കളയുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രതികരണം. എന്നാൽ ഇന്നലെ വാഷിംഗ്ടണിൽ അടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയത് അത് പരിശോധിക്കുന്നു എന്നതാണ്. ആ ഉപാധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക പരിശോധിക്കുന്നുണ്ട്, അതിനുശേഷം മാത്രം അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. ഇനി നമുക്ക് ഈ ഉപാധികൾ എന്ത് എന്നത് കൃത്യമായി പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇറാൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം അവർക്ക് അവിടെ പരിപൂർണമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറാൻ്റെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ നിറയ്ക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ കടത്തിവിടാത്ത സാഹചര്യമുണ്ട്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഇറാന് വരുത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കരുത് എന്നതാണ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഹൂതികളുമൊക്കെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനെയും യമനെയും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഈ 14 ഉപാധികളുടെ ഭാഗമായി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, സംഘർഷത്തിലുണ്ടായ നാശനഷ്ടമാണ്. ഇതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കണം എന്ന കാര്യം
ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ചുങ്കപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാൻ നേരത്തെ തന്നെ ഉപാധിയായി വെച്ചതാണ്. കാരണം ആ രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഈടാക്കാനുള്ള അവകാശം അതൊന്നും തന്നെ അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു നിലയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ട്രംപ് പറയുന്നത് സമാധാനം ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ ഇറാനെ പരിപൂർണമായി നശിപ്പിക്കുക എന്ന കാര്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. മറ്റൊന്ന് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, അതിന് തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങണം എന്ന ഒരു നിലയിലേക്ക് പോകുന്നു. ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിലും ചില പ്രായോഗിക തടസ്സങ്ങൾ ട്രംപിന് മുന്നിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് US കോൺഗ്രസിൻ്റെ അംഗീകാരം ഇതിന് വേണമെന്ന ഒരു നിയമം. പക്ഷേ അത് മറികടന്ന് നേരത്തെ തന്നെ പല പ്രസിഡന്റുമാരും യുദ്ധം നടത്തിയിട്ടുണ്ടെന്ന വാദമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ മുന്നോട്ട് വെച്ചത്. അത് മറികടക്കുക, എന്നാൽ പോലും ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യുദ്ധം നിർത്തുന്നു എന്ന പ്രഖ്യാപനമൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. പക്ഷേ US-ന്റെ സേനാവിന്യാസം അതേപടി തീർച്ചയായും അതാണ് US യുദ്ധം നിർത്തി എന്നൊക്കെ US കോൺഗ്രസിനെ അറിയിക്കുമ്പോഴും ട്രംപ് അറിയിക്കുമ്പോഴും അവിടെ സേനാവിന്യാസം അതുപോലെ ഉണ്ട് എന്നുള്ളതിന് മറുപടി പറയാൻ ട്രംപിന് സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഈ യുദ്ധം പുനരാരംഭിച്ചേക്കാം, US-ഉമായുള്ള യുദ്ധം പുനരാരംഭിച്ചേക്കാം എന്ന സൂചനയുമായി ഇറാനും രംഗത്ത് വരികയാണ്. നിലവിലെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പ്രതികരണം വരുന്നത്. കരാറുകൾ പാലിക്കുന്നതിൽ US-ന് പ്രതിബദ്ധതയില്ല. അതിനാൽ US-ഇസ്രായേൽ സഖ്യം വീണ്ടും യുദ്ധം ഏത് നിമിഷവും തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാന്റെ സായുധ സേന വ്യക്തമാകുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസിൽ ഉപരോധം തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് ഇക്കാര്യത്തിൽ. എണ്ണവില കുറയും തടയാനുള്ള മാധ്യമ നാടകങ്ങളാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നും കുറ്റപ്പെടുത്തുകയാണ്. ഡെപ്യൂട്ടി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി ചീഫ് മുഹമ്മദ് ജാഫർ അസദിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ ഞങ്ങളുടെ സേന സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ വിനോദ് ഇറാൻ ആവശ്യപ്പെടുന്നത് താൽക്കാലിക വെടിനിർത്തലല്ല ഞങ്ങൾക്ക് വേണ്ടത്, ശാശ്വതമായ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഭാവിയിലും തങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഉറപ്പ് കിട്ടുകയാണ്. ഈ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഒരു കരാറിലേക്ക് തങ്ങൾ എത്തുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയോടുള്ള ഈ വിശ്വാസക്കുറവിൻ്റെ പുറത്താണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ജാഫർ അസദിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ അവർ അമേരിക്കയിൽ എത്രമാത്രം അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നോ അത് അതേപടി തുടരുന്നു എന്നത് തന്നെയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് നാടകമാണ്. അങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമില്ല. യുദ്ധം എക്കാലത്തേക്കുമായി അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ജാഫർ അസദ് ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾ അതിശക്തമായി ഈ യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ഇങ്ങനെ ഒരു യുദ്ധം കൊണ്ടുപോകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ട്രംപിൻ്റെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ ഒന്ന് പ്രതിരോധത്തിലേക്ക് പോകുന്ന നിലയുണ്ട്. മാത്രമല്ല, ഹിതപരിശോധന വരികയാണ് അമേരിക്കയിൽ. ഈ സർക്കാരിൻ്റെ പകുതി കാലാവധിയാകുമ്പോഴുള്ള ഹിതപരിശോധന ഒരുപക്ഷെ അമേരിക്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള യുദ്ധമായി ഇത് മാറുന്നു എന്നൊരു തോന്നൽ പൊതുവിൽ അമേരിക്കയിൽ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അവിടെയാണ് ഒരു തടിതപ്പൽ എന്ന നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു. മാനുഷിക പരിഗണിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള പ്രസ്താവനയൊക്കെ വരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ജാഫർ അസദി ഉൾപ്പെടെയുള്ള ഇറാൻ്റെ സൈനിക മേധാവിമാരോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ വിശ്വസിക്കുന്നില്ല. എന്തിനേറെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് പോലും വിശ്വാസമില്ല. കാരണം ഒമാൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടന്നു. അത് വിജയം എന്ന തരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ആദ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഇറാന് നേരെയുള്ള ആക്രമണം നടക്കുന്നത്. പിന്നീട് ഖമേനി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് പലപ്പോഴും ട്രംപ് നിലപാട് മാറ്റുന്ന നിലയായിരുന്നു. ഓരോ ദിവസം തന്നെ പല നിലപാടുകളിലേക്ക് ട്രംപ് മാറിപ്പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇത് ഇപ്പോൾ പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നതെങ്കിലും ഇറാനും അമേരിക്കയ്ക്കും താല്പര്യമില്ലാത്ത വിധം
പാകിസ്ഥാൻ അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ നടക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായ ഒരു കരാറില്ലെങ്കിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് എന്ന കാര്യം ഇറാൻ തറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഗൾഫ് വീണ്ടും സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗൾഫിലെ പല രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ദുബായും അല്ലെങ്കിൽ UAEയും ഖത്തറും കുവൈറ്റും ഒക്കെ തന്നെ ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് എല്ലാം തന്നെ വീണ്ടും തിരിച്ചടി ആരംഭിക്കും. നേരത്തെ ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. അത് വീണ്ടും തുടരേണ്ടി വരും എന്ന കാര്യമാണ് ഇറാൻ. അതുതന്നെയാണ് ഈ ട്രംപിനെയും ഈ യുദ്ധത്തിൽ നിന്ന് വെടിനിർത്തൽ കരാറിലേക്കൊക്കെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആണവ നയങ്ങളിൽ അമേരിക്ക ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും ഇറാൻ വിമർശിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ വ്യാപനം നടത്തുന്നത് അമേരിക്കയാണെന്നും ഇറാനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇറാന്റെ UN മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് പ്രധാനമാണ്. നമുക്കറിയാം ഈ ആണവ കാര്യങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറണം എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഭരണകൂടത്തിന്റെയും നയങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ പുതിയ നീക്കമുണ്ടാകുന്നത്. സമാധാന ചർച്ചകളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ആണവ നിർവ്യാപന കരാറിലും തട്ടി നിൽക്കവെയാണ് ഇത്തരത്തിൽ ട്രംപിനെ കുടുക്കുന്ന ചോദ്യങ്ങളുമായി ഇറാൻ രംഗത്ത് വരുന്നത്. IAEA അതായത് ആണവ നിർവ്യാപന ഏജൻസി കൃത്യമായ മേൽനോട്ടം തങ്ങളുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പരിധിയില്ല എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുകയാണ്. തങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആണവ നിർവ്യാപനം നടത്തുന്നത് എന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക അങ്ങനെയല്ല, സ്വന്തം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. എന്ത് നിയന്ത്രണമാണ് ഈ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അത് ഇരട്ടത്താപ്പാണ്, അത് അംഗീകരിക്കാനാവില്ല എന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കവേ സുപ്രധാന നീക്കവുമായി റഷ്യ രംഗത്ത് വരികയാണ്. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന റഷ്യ ഇറാൻ അമേരിക്ക ചർച്ചകളിലെ സ്തംഭനത്തിനിടെ ഇറാനുമായും ചർച്ച നടത്തി. ആണവ വിഷയത്തിലെ പരിഹാരവും ഹോർമുസ് പ്രതിസന്ധിയും ഇറാനും റഷ്യയും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ചു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ ഈ ഇടപെടൽ. അത് ഏറെ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, പക്ഷേ ഇതിന് അമേരിക്ക ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അമേരിക്ക നേരത്തെയും റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാമെന്ന് പറയുകയും വേണമെങ്കിൽ ഇറാൻ്റെ ആണവ വിഷയങ്ങളിലടക്കം പരിഹാരമുണ്ടാക്കുകയും അവരുടെ പക്കലുള്ള അത്തരത്തിലുള്ള യുറേനിയം അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ സംഭരിച്ചു വെക്കാമെന്ന് പറയുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അത് അമേരിക്ക ഒരു തരത്തിലും സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ നീക്കം ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഈ ചർച്ചകളെ സഹായിക്കും എന്നത് കാത്തിരുന്ന് കാണണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്, നമുക്കറിയാം പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതും ഇസ്രായേലിനൊപ്പം കാര്യമായി നിൽക്കുന്നതും അമേരിക്കയാണ്. വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്കും മറ്റും നടത്തുന്നത് സംയുക്തമായാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ ഒരു ആയുധ കച്ചവടത്തിലേക്ക് കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ആകെത്തുക. 72,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രായേൽ അടക്കമുള്ള UAE അടക്കമുള്ള ഖത്തർ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ അമേരിക്ക വിൽക്കുന്നത്. അതായത് $8.6 ബില്യൺ, 72,000 കോടി രൂപയുടെ ആയുധങ്ങൾ അമേരിക്ക ഈ തക്കം നോക്കി വിൽക്കുകയാണ്. അവരുടെയൊക്കെ സുരക്ഷിതത്വം പരിഗണിച്ചാണ് ഈ വിൽപ്പന എന്നൊക്കെ പറയുമെങ്കിൽ പോലും വളരെ കൃത്യമായി നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിരവധി ആയുധ കമ്പനികൾ അമേരിക്കയിലുണ്ട്. ട്രംപിൻ്റെ മക്കളൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഈ കമ്പനികളുടെ ആയുധങ്ങൾ പോലും ഈ ഒരു ഗ്യാപ്പിൽ ട്രംപ് വിറ്റഴിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ്. ഇറാൻ സംഘർഷത്തിൽ 3 ആഴ്ചയായി വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ സൈനിക സന്നാഹം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് US-ൻ്റെ ഈ നീക്കം എന്ന് അറിയണം. നമുക്കറിയാം ഇസ്രായേലിന് അമേരിക്ക ആയുധ വിൽപ്പന പണം നൽകിയല്ല, മറിച്ച് അമേരിക്കയുടെ നികുതി പണം ഉപയോഗിച്ച് ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുക എന്നുള്ള രീതിയാണ് പിന്തുടർന്നു വരുന്നത്. അത് വലിയ എതിർപ്പ് അമേരിക്കയിലും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഖത്തർ, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒപ്പം കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ആയുധം നൽകുന്നത് പണം ഈടാക്കിയാണ്. വലിയ തോതിലുള്ള പണമാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഈടാക്കുന്നത് എന്ന് പ്രധാനമാണ്. ഇതിപ്പോൾ വിനോദ്, അമേരിക്കയുടെ ഈ ഒരു തന്ത്രം അത് വളരെ പ്രധാനമാണല്ലോ. ഇത് ഒരു യുദ്ധം പോലും വിറ്റ് മുതലാക്കുക എന്ന തരത്തിലുള്ള നീക്കം. ട്രംപിൻ്റെ താല്പര്യങ്ങൾ നിരവധിയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ട്. വലിയ നഷ്ടം ഇത്തരം കാര്യങ്ങളിലൂടെ പരിഹരിക്കുക എന്നുള്ളത് കൂടി ട്രംപിൻ്റെ ലക്ഷ്യമായിരിക്കാം, അല്ലേ?
രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ വശങ്ങൾ പരിശോധിച്ചാൽ ഒന്ന് നേരത്തെ പറഞ്ഞു, കടൽ കൊള്ളക്കാരെ പോലെയാണ് അമേരിക്ക പെരുമാറുന്നതെന്ന് ട്രംപ് തന്നെ പറയുന്നു. കാരണം അവിടെയും ലക്ഷ്യം ഇറാൻ്റെ എണ്ണയാണ്, അവിടുന്ന് വരുന്ന മറ്റ് ഉൽപ്പന്നങ്ങളാണ്. ഇതെല്ലാം തന്നെ കൊള്ളയടിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നു. ഇതൊരു വലിയ വരുമാന മാർഗമാണെന്ന് അഭിമാനത്തോടു കൂടി ട്രംപ് പറയുന്നു. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആയുധ കച്ചവടം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു ശരാശരി സംസ്ഥാനത്തിൻ്റെയൊക്കെ വാർഷിക ബഡ്ജറ്റിൻ്റെ പകുതിയോ അല്ലെങ്കിൽ മൂന്നിലൊന്നോ ഒക്കെ വരുന്ന തരത്തിലുള്ള ഒരു തുകയ്ക്ക് ഈ വലിയ യുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിട്ട് പോലും ഈ സംഘർഷത്തിൽ അങ്ങനെ ഒരു ആയുധ വ്യാപാരത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഈ ആയുധ വിൽപ്പനയിൽ ഇസ്രയേലിന് മാത്രമാണ് അമേരിക്കയുടെ ഫണ്ടിങ് ഉള്ളത്. അതായത് ആയുധം പണം കൊടുക്കുന്നില്ല, മറിച്ച് ആയുധം ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുകയാണ്, അത് സൗജന്യമായി നൽകുകയാണ്. അമേരിക്കയുടെ തന്നെ ബജറ്റിൽ നിന്നാണ് ആ സഹായം ചെയ്യുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങൾ, സഖ്യരാജ്യങ്ങൾ, ഗൾഫിലെ ഇപ്പോൾ UAE അല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ്, ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്ന നിലയാണ്. അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ രഞ്ജിത്ത് പറഞ്ഞതുപോലെ $8.6 ബില്യൺ, അതായത് 72,000 കോടി രൂപയുടെ ആയുധ വ്യാപാരമാണ് ഈ ഒരു സംഘർഷത്തിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് വലിയ തോതിൽ അമേരിക്കൻ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. ഈ കമ്പനികൾക്കൊക്കെ തന്നെ പല കമ്പനികളിലും ട്രംപിനോ ട്രംപിൻ്റെ ബന്ധുക്കൾക്കോ പങ്കുണ്ട് എന്ന് പറയുന്നു. ലോക്ഹീഡ് മാർട്ടിൻ അല്ലെങ്കിൽ ബോയിങ്, RDX പോലുള്ള പല കമ്പനികൾ, ഈ ആയുധ കമ്പനികളിൽ ട്രംപിനോ ട്രംപിൻ്റെ ബന്ധുക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ പങ്കാളിത്തമുണ്ട്, ഓഹരിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ട്രംപിൻ്റെ കാര്യത്തിൽ തന്നെ നേരത്തെ ആയുധ ഇടപാട് നടത്തിയിട്ടുള്ള ഒരു വലിയ നേതാവാണ്. അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുന്ന ആളാണ്. അങ്ങനെ ഉള്ള ട്രംപ് ഇതിൽ വലിയ ലാഭം കാണുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധം അവഗണിച്ച് സൈനിക സഹായം അമേരിക്കൻ നികുതിപ്പണം ഉപയോഗിച്ച് നൽകുന്നതിൽ അമേരിക്കയിലെ ജനതയിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എതിർപ്പുമായി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US സെനറ്റിലെ 47 ഡെമോക്രാറ്റുകളിൽ 40 പേരും ഇസ്രായേലിന് ഇങ്ങനെ സൗജന്യമായി ആയുധ വിൽപ്പന നടത്തുന്നതിനെ എതിർക്കുന്നുണ്ട്. പല തരത്തിലുള്ള ആയുധ വ്യാപാരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം, അതാണ് ആദ്യത്തെ ഒരു സംഘർഷമായി നമ്മൾ ഈ ഇപ്പോഴുള്ള യുദ്ധത്തിന് അടിസ്ഥാനമായി പരിഗണിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ശേഷം മാത്രം $21.7 ബില്യൺ നേരിട്ടുള്ള സൈനിക സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കും ഇങ്ങനെയുള്ള സൈനിക ഉപകരണങ്ങൾ വിൽക്കുന്നുണ്ട്. പാട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ഖത്തറിന് നൽകുന്ന ഈ സംവിധാനം ബാലസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ളതാണ്. ഏകദേശം $4 ബില്യൺ ഈ കരാർ. അതായത് ഖത്തർ $4 ബില്യൺ അമേരിക്കയ്ക്ക് നൽകി ഈ ഉപകരണങ്ങൾ വാങ്ങുന്നു എന്നത് തന്നെയാണ്. അവരുടെ ആഭ്യന്തര സുരക്ഷ കൂടി അമേരിക്ക അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ആഭ്യന്തര സുരക്ഷ കൂടി കരുതി ഈ സംവിധാനം വാങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ എണ്ണ വിൽപ്പന നടത്തി സമ്പത്തുണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വാങ്ങാതെ മറ്റു മാർഗമില്ല. ഒരു ദ്വിമുഖ തന്ത്രമാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ ഇത്തരം കരാറുകളുണ്ട്. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്നുള്ളത് ഈ സഖ്യകക്ഷികളുമായുള്ള കരാറിലുണ്ട്. പാട്രിയറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ഖത്തർ നൽകുന്ന ഈ സംവിധാനം ബലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ ശേഷിയുള്ളവയാണ്. $4 ബില്യൺ ഈ കരാറുകളിലൊന്ന്. ഒപ്പം ലേസർ ഗൈഡഡ് വെപ്പൺസ് ഉണ്ടാകും. ഇസ്രായേലിന് $992 മില്യൺ, അതായത് 8,200 കോടി രൂപയുടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങൾ ഈ സഖ്യകക്ഷികൾക്ക് നൽകിക്കൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. തുടരുക വിനോദ്. അതിലും വലിയ പ്രധാനപ്പെട്ട മറ്റു കാര്യം, ഒരു വശത്ത് അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പണം വാരിക്കൂട്ടുന്നു, പക്ഷേ വൻ നഷ്ടം അവർക്കുണ്ടാകും, സംശയമില്ല. മറുവശത്ത് ഇറാൻ വലിയ നഷ്ടത്തിലാണ്. അതായത് നമുക്കറിയാം, ഇറാൻ്റെ കപ്പലുകൾക്കൊന്നും ഹോർമുസിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല. അവർക്ക് വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. എണ്ണ പുറം രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പശ്ചാത്തലമില്ല ഇപ്പോൾ. അത് വലിയൊരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് $500 കോടി നഷ്ടം, 45,000 കോടി രൂപയുടെ നഷ്ടം ഈ ഉപരോധം വന്നതിന് ശേഷം ഇറാന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതായത് തങ്ങളുടെ ഉപരോധം വലിയ വിജയമാണ് എന്നും ആ രാജ്യത്തെ തകർക്കാൻ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി അത് വിജയത്തിലേക്ക് പോകുന്നു എന്നുമാണ് അമേരിക്ക പറയുന്നത്. 5.3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റിയ 31 എണ്ണക്കപ്പലുകൾ US-ൻ്റെ കടലുപരോധം മൂലം ഒമാൻ കടലിടുക്ക് കടക്കാനാവാത്ത കുടുങ്ങിക്കിടക്കുകയാണ്. ആ പറഞ്ഞ എണ്ണയുടെ മൂല്യമാണ് ഈ 45,000 കോടി.
ഒപ്പം 40 കപ്പലുകളെ ഇതിനകം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട ഇറാനിലേക്ക് വന്ന അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പുറപ്പെട്ട 40ഓളം കപ്പലുകളെ അമേരിക്ക ഇതിനകം തടഞ്ഞ് തിരിച്ചുവിടുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. അങ്ങനെ ഇറാനിൽ എണ്ണ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നേരത്തെ റിപ്പയർ കേടായി കിടന്ന കപ്പലുകളുടെ ഈ ടാങ്കറുകളിലൊക്കെ എണ്ണകൾ ഇപ്പോൾ നിറയ്ക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റൊരു വിലയിരുത്തൽ വരുന്നത് അവരുടെ കടൽ കൂടി അല്ല എങ്കിൽ പോലും കരയിൽ കൂടി എണ്ണ കയറ്റുമതിക്കുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ്. വിനോദ്, ഇറാന്റെ മേൽ ചുമത്തിയ ഈ ഉപരോധം അത് ആ രാജ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ഇതൊരു അമേരിക്കയുടെ തന്ത്രമാണ്. ആ തരത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ കരാറിൽ ഏർപ്പെടുത്തുക എന്നുള്ളത്. അതിൽ വിജയിക്കുന്നു എന്നാണോ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? രഞ്ജിത്ത്, ഉപരോധം അമേരിക്ക ഉദ്ദേശിച്ച തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് 45,000 കോടി രൂപയാണ് ഈ ഉപരോധം ആരംഭിച്ച് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി ഇറാൻ കപ്പലുകൾ കടത്തിവിടാതായതോടുകൂടി ഏതാണ്ട് ഒരു മാസം പിന്നിടുന്ന ഒരു സമയം കഴിയുമ്പോൾ തന്നെ 45,000 കോടി രൂപയുടെ $500 കോടി ഒരു നഷ്ടം കൃത്യമായി ഇറാന് സംഭവിക്കുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല 5.5 ലക്ഷം കോടി ബാരൽ കയറ്റിയ 31 ഇറാൻ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ കടന്നു പോകാനാകാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. 40ഓളം കപ്പലുകളെ അമേരിക്ക തിരിച്ചയക്കുകയും ചെയ്തു. 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ഒരു ലാഭക്കച്ചവടമായി ട്രംപ് അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കുന്നതും. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിപ്പോൾ ചില ഷാഡോ ഫ്ലീറ്റ് അങ്ങനെയുള്ള കപ്പലുകൾ അല്ലെങ്കിൽ ഒളിച്ചു കിടക്കുന്ന കപ്പലുകളുണ്ട്. അത് അവർ ഒരു മാർഗം പ്രയോഗിക്കുന്നത് പാകിസ്ഥാൻ തീരത്ത് എത്തിച്ച് പിന്നീട് ഇന്ത്യൻ തീരം വഴി ചൈനയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അങ്ങനെ ചില കപ്പലുകൾ ഇതിനകം തന്നെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഇറാൻ ചൈനയിലേക്ക് അയച്ചിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങളിലേക്കും അങ്ങനെ ഇറാൻ്റെ ചില കപ്പലുകൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് പരിഹാരമാകുന്നില്ല. ഏതാണ്ട് ലോകത്തിനാവശ്യമായ എണ്ണ കയറ്റുമതിയുടെ 20% അല്ലെങ്കിൽ 1/5 കടന്നു പോകുന്നത് ഹോർമുസ് വഴിയാണ്. അത് അടഞ്ഞതോടുകൂടി ഇറാൻ വല്ലാത്ത തോതിൽ അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്നു എന്നത് വ്യക്തമാണ്. മറ്റൊരു മാർഗം അവർക്ക് മുന്നിലുള്ളത് ഈ റഷ്യയിലേക്ക് കരമാർഗം മറ്റൊരു അതിർത്തി വഴി അല്ലെങ്കിൽ അവർക്ക് കാസ്പിയൻ കടൽ വഴിയൊക്കെ തന്നെ കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാസ്പിയൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്ത് റഷ്യയുമാണ്. റഷ്യയുമായി വളരെ അടുത്ത വാണിജ്യ ബന്ധമാണ് ഇറാൻ പുലർത്തുന്നത്. ഭക്ഷ്യവസ്തുക്കളടക്കം ഒരുപക്ഷെ യുദ്ധം രൂക്ഷമായാൽ അവിടേക്ക് കാസ്പിയൻ വഴി കൃത്യമായി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അവിടെ വലിയ മദർഷിപ്പുകൾ കടന്നു പോകുന്ന തരത്തിൽ ആഴമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അവിടേക്ക് കപ്പലുകൾ അയക്കാൻ കഴിയും. ഇന്ധനം റഷ്യയിലെത്തിക്കുകയും ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വളഞ്ഞ വഴിയിലൂടെ അവർക്ക് വേണമെങ്കിൽ ഈ എണ്ണ വ്യാപാരം നടത്താം. പക്ഷേ അവിടെയും ഭൂമിശാസ്ത്രപരമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഖാർഗ് ദ്വീപ് നിൽക്കുന്നതിന് നേരെ എതിർവശത്താണ് കാസ്പിയൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകും? അത് ഇറാൻ്റെ റോഡ് മാർഗം കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറാൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്കൻ വ്യോമസേന റോഡുകൾ പരിപൂർണമായി തകർത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ട്രക്കുകളൊക്കെ തന്നെ കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഖാർഗ് ദ്വീപും കാസ്പിയനും ഇരുവശത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എണ്ണ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുക എന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അതാണ് നമുക്ക് മറ്റൊരു ആശ്വാസകരമായ വാർത്ത വരുന്നത്. ഈ പ്രതിസന്ധികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും അമേരിക്കയും ഇറാനുമൊക്കെ പരസ്പരം വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും UAE വ്യോമപാതയിലെ എല്ലാ നിയന്ത്രണങ്ങളും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നീക്കി എന്നുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് വ്യോമപാത പൂർണ്ണമായും തുറന്നു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ വിമാന സർവീസുകളൊന്നും സാധാരണ നിലയിലായിരുന്നില്ല. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായ സാഹചര്യമുണ്ടായി. എയർ ഇന്ത്യ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കനുസരിച്ച് 22,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ആശ്വാസകരമായ തീരുമാനമാണ്. സാധാരണ നിലയിൽ സർവീസുകൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. ഒപ്പം ഈ ഉയർന്ന ടിക്കറ്റ് നിരക്ക് അത് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ സർവീസുകൾ ഇനി UAE-യിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് മലയാളികൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. പല എയർലൈനുകളും 10ഓളം എയർലൈനുകൾ സർവീസ് നടത്തിയിരുന്ന ഈ മേഖലയിൽ നിന്ന് നിലവിൽ 2 എയർലൈനുകൾ ഫ്ലൈ ദുബായും എയർ അറേബ്യ എന്നീ എയർലൈനുകൾക്ക് മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. ഇപ്പോൾ മറ്റ് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾക്കും കണക്ഷൻ ഫ്ലൈറ്റുകൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മാറുകയാണ്. കൂടുതൽ ഓപ്ഷനുകൾ യാത്രക്കാർക്ക് കിട്ടുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടാകും. സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് കുറയുകയും ഇതനുസരിച്ചുള്ളൊരു മാറ്റം ഈ മേഖലയിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളത് ആശ്വാസകരമാണ്.
മറ്റൊരു രസകരമായ കണക്ക്, അത് നമ്മൾ ഞെട്ടേണ്ട ഒരു കണക്കാണ്. പാകിസ്ഥാനിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കണം, 1 ലിറ്റർ പെട്രോളിൻ്റെ വില 458 രൂപയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഡൽഹിയിലെ കണക്കൊക്കെ വെച്ചിട്ട് 94 രൂപ 77 പൈസയാണ് എണ്ണയുടെ വില. ഈ അസംസ്കൃത എണ്ണ വില കുതിച്ചുയരുന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനിൽ വലിയ കടുത്ത ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് ഉള്ള എണ്ണ ശേഖരം തങ്ങൾക്കില്ല എന്നും അത് തങ്ങളുടെ നയങ്ങളുടെ പ്രശ്നമാണ് എന്നും അവിടുത്തെ പെട്രോളിയം മന്ത്രി പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. 458.41 രൂപ മുടക്കിയാണ് ഒരു പാക് പൗരൻ 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നത്. ഡൽഹിയിലെത്തുമ്പോൾ അത് 94.77, അതായത് ഏതാണ്ട് 5 ഇരട്ടി ഓളം വില അവിടെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ പെട്രോളിയം മന്ത്രി വെളിപ്പെടുത്തിയത് വെറും 7 ദിവസത്തെ എണ്ണശേഖരം മാത്രമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $126 എത്തിയതോടെ മതിയായ എണ്ണശേഖരമില്ല, ഒപ്പം വില വർദ്ധിപ്പിക്കേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ത്യയുടെ ദീർഘവീക്ഷണപരമായ സമീപനമാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിസന്ധിയില്ല എന്നും പറയുന്നു. അത് ഞങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പക്കലൊക്കെ ഏകദേശം 3 മാസത്തോളം കരുതൽ ശേഖരമുണ്ട് എന്നുള്ള കണക്ക് കൂടിയുണ്ട്. $600 ബില്യൺ അധികം വരുന്ന വിദേശ നാണയ ശേഖരത്തിന് പുറമെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത് ആഗോള വിപണിയിലെ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തൽ നടത്തുന്നത് പാകിസ്ഥാന്റെ പെട്രോളിയം മന്ത്രിയാണ് എന്നത് നമ്മൾ ചൂണ്ടിക്കാട്ടണം. അത്തരം ദീർഘവീക്ഷണമുള്ള ഒരു സംവിധാനവും പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകാത്തത് ഇപ്പോൾ ജനത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നും പാകിസ്ഥാനിലെ പെട്രോളിയം മന്ത്രി സമ്മതിക്കുന്നു. വലിയ ഒരു അഭിമാനം ഇന്ത്യക്കുണ്ടാകുന്ന മറ്റൊരു ഘടകം, ഈ ഉപരോധങ്ങളെയൊക്കെ മറികടന്ന് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ടാങ്കർ കൂടി ഹോർമുസ് കടലിൽ കടന്നു വരികയാണ്. LPG സൂപ്പർ ടാങ്കർ സർവ്വശക്തിയാണ് ശനിയാഴ്ച ഹോർമുസ് കടന്നത്. 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് കപ്പലിൻ്റെ യാത്രയുള്ളത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ ജാഗ്രതയോടുകൂടിയാണ് LPG ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം. അവിടെ വലിയ ജാഗ്രതയിലാണ് ഈ ജീവനക്കാരൊക്കെ, വലിയ ജാഗ്രതയോടുകൂടിയാണ് ഈ കടലിൽ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ മാർച്ച് 3 യു എയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ് വളരെ പെട്ടെന്ന് ഉപരോധം വന്നപ്പോൾ പെട്ടുപോയത്. അതിനുശേഷമാണ് ഇപ്പോൾ അത് പുറപ്പെട്ടിരിക്കുന്നത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇവിടെ നമുക്കറിയാം ഏതാണ്ട് 8ഓളം കപ്പലുകൾ ഇതിനകം ഇന്ത്യയിലേക്ക് എത്തി ഈ ഉപരോധം കടന്ന്. ഇപ്പോൾ 9ാമത്തെ കപ്പലാണ് എന്ന് വേണം ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഈ LPG വരുന്ന നമുക്ക് നേട്ടമാണ്. ഒപ്പം ഇതിൻ്റെ ഒരു വരവ് സംബന്ധിച്ചും അതീവ ദുഷ്കരമായ ഒരു യാത്രയാണല്ലോ. അവർ ആ പ്രതിസന്ധിയൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് അവരെത്തിയിരിക്കുന്നത്, അല്ലേ? അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് നിരന്തരമായി. നാവികസേനയുടെ സഹായം ഈ കപ്പലുകളുടെ ഭാഗത്തുനിന്നുണ്ട്. സർവ്വശക്തിയുടെ യാത്ര മറ്റ് ഇന്ത്യൻ കപ്പലുകൾക്കും പുറത്ത് കടക്കാം. അവിടെ നിരവധി ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഈ കപ്പലുകൾക്കും പുറത്ത് കടക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു നിർണായകമായ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. നമുക്കറിയാം ഉപരോധം വലിയ ശക്തമാണ്. അമേരിക്കയുടെ ഉപരോധം ഒരു വശത്ത്, ഇറാൻ്റെ ഉപരോധം മറ്റൊരു വശത്ത്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് മറികടന്നുകൊണ്ടാണ് എത്തിയത്. വിനോദ, രഞ്ജിത്ത്, തീർച്ചയായും 2 ആഴ്ചയായി ഒരു ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടന്നിട്ട് ഇതാദ്യമായാണ് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കപ്പൽ ഹോർമുസ് കടന്നെത്തുന്നത്. ഏതാണ്ട് 45,000 ടൺ LPGയുമായാണ് ഈ കപ്പൽ ഇന്ത്യൻ തുറമുഖത്തേക്ക് അടുക്കുന്നത്. നേരത്തെ യാത്ര തുടർന്നെങ്കിലും പിന്നീട് അമേരിക്കയുടെ ഉപരോധം മൂലം അവിടെ വഴിയിൽ കുടുങ്ങുകയായിരുന്നു. ഇപ്പോൾ കടന്നു വരുമ്പോൾ തീർച്ചയായും അത് നയതന്ത്ര വിജയം തന്നെയാണ്. കാരണം ഇറാനും അമേരിക്കയും അനുവദിച്ചാൽ മാത്രമേ അവിടെ നിന്ന് കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയൂ. ഒരുപക്ഷെ അമേരിക്ക അനുവദിച്ചാൽ പോലും ഇറാൻ സേന അവിടെ തടഞ്ഞിരുന്ന IRGSൻ്റെ അംഗങ്ങൾ അവിടെ കപ്പലുകൾ തടയുന്ന സാഹചര്യമുണ്ട്. അതല്ല, ഇറാൻ കടത്തിവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും US പോരാളികൾ അത് തടഞ്ഞിടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പലുകൾ ഇടയ്ക്കെങ്കിലും അങ്ങനെ വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമുക്ക് ഇതുവരെ രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ കഴിയാത്തത് റഷ്യയിൽ നിന്നടക്കമുള്ള എണ്ണ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ആ തരത്തിലുള്ള ബദൽ മാർഗമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ കരുതൽ ശേഖരം വളരെ വലുതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി 7 ദിവസം മാത്രം അവർക്ക് കരുതൽ ശേഖരമുള്ളപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 70 ദിവസത്തെ കരുതൽ ശേഖരം ഉണ്ട് എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് വരുന്നത് സാമ്പത്തിക നേട്ടവുമാണ്, അതോടൊപ്പം തന്നെ നയതന്ത്ര വിജയവുമാണ്. ഇറാനുമായും അമേരിക്കയുമായും ഒരേ സമയം
നയതന്ത്ര തലത്തിൽ സംസാരിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇരു രാഷ്ട്ര തലവന്മാരുമായും അവിടുത്തെ പ്രധാനപ്പെട്ട മേധാവിമാരുമായൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസോ നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അനിഷ്ടത്തിന് പാത്രമാകാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും സർവ്വസമ്മതമായ ഒരു രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കപ്പലുകൾ വരുന്നതിന് തടസ്സമില്ലാത്തത്. കൃത്യമായി വളരെ ഒഴുക്കോടുകൂടി എത്തുന്നില്ലെങ്കിൽ പോലും ഇന്ത്യൻ കപ്പലുകൾ കടത്തിവിടുന്നതിന് ഇരു രാഷ്ട്രങ്ങളും തയ്യാറാകുന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വലിയൊരു നേട്ടം തന്നെയാണ് രഞ്ജിത്ത്. തീർച്ചയായും വി വിനോദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് വീണ്ടും കപ്പൽ കൊള്ള ഉണ്ടായിരിക്കുന്നു. അതും യമൻ തീരത്ത് നിന്ന് അജ്ഞാത സംഘമാണ് ഒരു എണ്ണക്കപ്പൽ തട്ടിക്കൊണ്ടുപോയത്. ഷബ്വ പ്രവിശ്യയ്ക്ക് സമീപം ഏതൻ ഗൾഫിൽ വെച്ചാണ് യുറീക്ക എന്ന ടാങ്കർ കപ്പൽ സായുധ സംഘം കടത്തിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കപ്പൽ ഇപ്പോൾ സൊമാലിയൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നാണ് യമൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. കപ്പലിൽ അതിക്രമിച്ചു കയറിയ കൊള്ള സംഘം നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. കപ്പൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി കപ്പൽ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ എണ്ണമോ ഏത് രാജ്യക്കാരാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ടോങ്കോയുടെ പതാകയുള്ള കപ്പലാണ് യുറീക്ക. മാർച്ചിൽ UAE-യിലെ ഫുജൈറ തുറമുഖത്താണ് ഈ കപ്പൽ അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന മറൈൻ ട്രാഫിക് വെബ്സൈറ്റ് ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. സൊമാലിയൻ തീരങ്ങളിൽ കടൽക്കൊള്ള രൂക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ നാവികസേനകളുടെയൊക്കെ ഇടപെടലും നിയന്ത്രണവുമൊക്കെ അവിടെയുണ്ട്, കുറവായിരുന്നു. പക്ഷേ ഇത്തരം ആക്രമണങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നത് ഈ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണയായി ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ഈ കപ്പലുകൾ തട്ടിക്കൊണ്ടുപോയി വൻ മോചനദ്രവ്യം ചോദിക്കും, അതിനുശേഷം ആകും വിടുക. അങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ നിർണായകമായി പ്രധാനമായി അവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അമേരിക്കയിൽ ട്രംപും മാർപ്പാപ്പയും തമ്മിലുള്ള തർക്കം അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ പറഞ്ഞ വാക്കുകളൊക്കെ ലോകം ഏറെ അസഹിഷ്ണുതയോടെയാണ് കേട്ടത്. പ്രത്യേകിച്ച് വിശ്വാസികൾക്കൊക്കെ ഒരുപാട് വൈകാരിക തലങ്ങളിലുള്ള പ്രതികരണമുണ്ടായി. ഇപ്പോൾ ട്രംപിനൊരു ഗംഭീര പണി കൊടുത്തിരിക്കുകയാണ് മാർപ്പാപ്പ എന്നുള്ളതാണ്. കുടിയേറ്റക്കാരനായ ഒരാളെ മാർപ്പാപ്പ ബിഷപ്പായി വാഴിച്ചു. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ യെവേലിയോ മെഞ്ചിവർ അയാളെയാണ് ലിയോ 14 മാർപ്പാപ്പ വെസ്റ്റ് വെർജീനിയയിലെ വീലിംഗ് ചസ്റ്റനിലെ ബിഷപ്പായി നിയമിച്ചത്. ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ വത്തിക്കാൻ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയായി ഇതിനെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ്. 1970 സാൽവദോറിൽ ജനിച്ച ഇദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടാനായി അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. 2-3 തവണ ശ്രമിച്ച ശേഷമാണ് 1990കളിൽ തൻ്റെ 3ാമത്തെ ശ്രമത്തിലാണ് അമേരിക്കൻ മണ്ണിൽ അഭയാർത്ഥിയായി കാലുകുത്തിയത്. ഇന്ന് ഈ കുടിയേറ്റക്കാരനെ കത്തോലിക്ക സഭയുടെ ഉന്നത പദവിയിൽ എത്തി ബിഷപ്പാക്കിയിരിക്കുന്നു. നമുക്കറിയാം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ട്രംപിന് നയമുണ്ട്. നേരത്തെ ഈ വിഷയങ്ങളിൽ ട്രംപും മാർപ്പാപ്പയും തമ്മിൽ വലിയ തോതിലുള്ള കൊമ്പുകോർക്കലും മറ്റും ഉണ്ടായിരുന്നു. മാർപ്പാപ്പ സഭയുടെ കാര്യം നോക്കിയാൽ മതി, രാഷ്ട്രീയക്കാരനാകണ്ട എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ട്രംപിനെ ഭയക്കുന്നില്ല എന്ന മറുപടി മാർപ്പാപ്പ നൽകുകയും ചെയ്തു. ഇവിടെ ലിയോ 14 മാർപ്പാപ്പ വളരെ കൃത്യമായി തന്നെ ട്രംപിന് ഇത്തരമൊരു നിയമനത്തിലൂടെ വലിയ കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ്. തനിക്ക് ഒരു തരത്തിലും ട്രംപിനെ പേടിയില്ല എന്ന് പറയുകയും ഒപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു പ്രതിനിധിയായി ഇദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുകയും എൽ സാൽവദോറിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുകയാണ്. മറ്റൊരു വാർത്ത, പശ്ചിമേഷ്യൻ മേഖല നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണികൾ ഒന്നാണ് ആണവായുധങ്ങൾ എന്ന് ഖത്തർ UN-ൽ വ്യക്തമാക്കുന്നു. ഇത് പൂർണ്ണമായും ഒഴിവാക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് നടന്ന ആണവായുധ നിർവ്യാപന കരാർ അവലോകന സമ്മേളനത്തിലാണ് ഖത്തർ ഈ നയം വ്യക്തമാക്കിയത്. പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കാൻ സാധിക്കൂ എന്നും ഇതിനായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സുതാര്യമായ ചർച്ചകൾ അനിവാര്യമാണ് എന്നും വളരെ കൃത്യമായി തന്നെ ഖത്തർ വ്യക്തമാക്കുകയാണ്. ഇത് ആണവായുധങ്ങളും മറ്റ് കൂട്ടനശീകരണ ആയുധങ്ങളും ഇല്ലാത്ത ഒരു മധ്യപൂർവേഷ്യ യാഥാർത്ഥ്യമാക്കാൻ ഒന്നിച്ചു നിൽക്കണം എന്നുമാണ് ഖത്തർ ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനുമൊക്കെ തമ്മിൽ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുമ്പോഴാണ് അസന്നിഗ്ധമായി തങ്ങളുടെ നിലപാട് ഖത്തർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളൊരു ടിമ്മി എന്ന ഒരു കൂറ്റൻ തിമിംഗലത്തിൻ്റെ ജീവൻ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കേട്ടതാണ്. ജർമ്മൻ തീരത്ത് മരണത്തോട് മല്ലടിച്ച് കുടുങ്ങിക്കിടന്ന തിമിംഗലമാണ് ടിമ്മി.
40 അടി നീളവും 26,000 പൗണ്ട് ഭാരവുമുള്ള ഈ തിമിംഗലത്തിൻ്റെ ഈ ജർമ്മൻ തീരത്ത് വന്ന് കുടുങ്ങിയപ്പോൾ പിന്നെ കടലിലേക്ക് പോകാൻ മാർഗമൊന്നുമില്ലാതായി. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. പക്ഷേ ഈ തിമിംഗലത്തെ ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ദൗത്യത്തിനൊടുവിൽ വടക്കൻ കടലിൽ സ്വതന്ത്രമാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. സാധാരണ ഈ തിമിംഗലങ്ങൾ കാണപ്പെടാത്ത ബാൾട്ടിക് കടലിൽ എത്തിയതാണ് ടിമ്മിക്ക് പ്രശ്നമായത്. കാരണം ബാൾട്ടിക് കടൽ തിമിംഗലങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ആവാസ വ്യവസ്ഥയുള്ള ഒരു സ്ഥലമല്ല. ആഴം കുറഞ്ഞ വെള്ളത്തിൽ തിമിംഗലം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വലിയ തിമിംഗലമാണ്. ആരോഗ്യനില തീർത്തും മോശമായി, വലയിൽ കുടുങ്ങി, ചർമ്മരോഗം ബാധിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഏറ്റവും ഒടുവിൽ ദയാവധത്തിന് ടിമ്മിയെ വിധേയമാക്കാൻ പോലും അധികൃതർ ആലോചിച്ചു. ഏറ്റവും ഒടുവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭീമമായ ചിലവേറ്റെടുത്തത് 2 കോടീശ്വരന്മാരാണ്. അവർ ഈ വാൾട്ടർ ഗൺസ് ഉൾപ്പെടെയുള്ള 2 ജർമ്മൻ കോടീശ്വരന്മാർ അവർ രംഗത്തെത്തുകയും കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്തു. വെള്ളം നിറച്ച കൂറ്റൻ ബാർജിലേക്ക് തിമിംഗലത്തെ സാഹസികമായി കയറ്റി തുടർന്ന് ഡെൻമാർക്കിൻ്റെ വടക്കേ അറ്റം വഴി 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ആഴക്കടലിലെത്തിച്ചാണ് ടിമ്മിയെ മോചിപ്പിച്ചത്. ഏറ്റവും സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു ഇത്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ടിമ്മിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന നടത്തിയിരുന്നു. ഈ രക്ഷാപ്രവർത്തനമൊക്കെ ലോക പല ചാനലുകളും തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ബോളിവുഡ് താരം സഞ്ജയ് ദത്ത് നായകനാകുന്ന ആഖ്രി സവാൽ എന്ന സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിൽ. മെയ് 8 ചിത്രം തിയേറ്ററിൽ എത്താനിരിക്കെ സിനിമയുടെ ട്രെയിലറിന് സെൻസർ ബോർഡ് അനുവാദം നൽകിയിട്ടില്ല. ഇതുവരെ അത് അനുമതി നൽകാത്ത നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുകയാണ്. RSSന്റെ ചരിത്രം പ്രമേയമാകുന്ന സിനിമ കൂടിയാണ് ആഖ്രി സവാൽ എന്നത് ഓർക്കണം. സാധാരണഗതിയിൽ 2-3 ദിവസത്തിനകം ട്രെയിലറിൻ്റെ പ്രവർത്തന അനുമതിയൊക്കെ ലഭിക്കേണ്ടതാണ്, സർട്ടിഫിക്കേഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. 2 തവണ ഈ വിവാദങ്ങൾ ഒഴിവാക്കാനേ അവർ മാറ്റങ്ങൾ ട്രെയിലറിൽ വരുത്തിയിരുന്നു. പക്ഷേ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അഭിജിത്ത് മോഹൻ വാരഗ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇത്. ബാബറി മസ്ജിദ് ഉൾപ്പെടെ രാഷ്ട്രീയമായി അതീവ പ്രാധാന്യമുള്ളതും സെൻസിറ്റീവുമായ വിഷയങ്ങൾ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉള്ളടക്കത്തിൻ്റെ പ്രശ്നമാണോ ഈ സിനിമയെ സെൻസർ ബോർഡിന് ഇപ്പോൾ അത്ര പഥ്യമല്ലാതാക്കിയത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും അണിയറ പ്രവർത്തകർ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൊടും ചൂടിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം. ഇന്നു മുതൽ വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇത് പ്രകാരം 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ 3 ജില്ലകളിൽ എറണാകുളത്തും ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഈ ജില്ലകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടിമിന്നലുണ്ടാകും, കാറ്റുണ്ടാകും, ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അത് മാത്രമല്ല നാളെ 4-ാം തീയതി ഇടുക്കിയിലും പാലക്കാട്ടും മഴ മുന്നറിയിപ്പുണ്ട്. 5-ാം തീയതി മറ്റന്നാൾ എറണാകുളത്തും തൃശ്ശൂരിലും മലപ്പുറത്തും വയനാട്ടിലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ശക്തമായ കാറ്റും മഴയുമൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വെച്ച് രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശിയെ പുറത്താക്കിയതിനു ശേഷം കൈൽ ജാമിസൺ നടത്തിയ ആഹ്ലാദ പ്രകടനം. ന്യൂസിലൻഡ് പേസറാണ് കൈൽ ജാമിസൺ. അത് വലിയ ശ്രദ്ധേയമായിരുന്നു. ഒരു പ്രത്യേക ഭാവത്തോടുകൂടി അതിവൈകാരികതയോടുകൂടിയാണ് കൈൽ ജാമിസൺ ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തിയത്. അപ്പോൾ അത് വലിയ വിമർശന വിധേയമായി. എന്തിന് ഒരു 15-കാരൻ കുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു മുതിർന്ന 31-കാരനായ കൈൽ ഇത്തരമൊരു വലിയ പ്രകടനം നടത്തുന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. പക്ഷേ അതിന് വളരെ കൃത്യമായ മറുപടി ഇപ്പോൾ കൈൽ നൽകിയിരിക്കുകയാണ്. കൈൽ പറയുന്നത് ഈ 15-കാരനെ താൻ പേടിക്കുന്നു എന്നാണ്. കാരണം താൻ എത്രത്തോളം പേടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ ഇല്ല ലോകത്ത്, ഒരു താരമില്ല. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ വൈഭവിനെ പൂട്ടാനുള്ള പ്ലാനുകളുമായാണ് എത്തിയത്. ആ പ്ലാൻ വളരെ കൃത്യമായി നടപ്പാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ കൈൽ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു മറുപടിയായി മാറി. 31 വയസ്സുണ്ട് കൈൽ ജാമിസന്. നേരത്തെ പകരക്കാരനായാണ് ടീമിലെത്തുകയും മറ്റും ചെയ്തത്. പക്ഷേ എന്നും കൈലിന് തൻ്റെ സീസണിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കായിക ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഒരു വിക്കറ്റായി അത് മാറുകയും ചെയ്തു. വൈഭവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വണ്ടർ ബോയ് ആണ്, അത്ഭുത ബാലനാണ്. പുറത്താക്കുന്നതും അത്ര എളുപ്പമല്ല. വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു 10 സിക്സെങ്കിലും മിനിമം അടിക്കാതെ വൈഭവ് പോവില്ല. പക്ഷേ ഇത്തവണ വളരെ പെട്ടെന്ന് പുറത്താക്കിയ കൈലിന് വലിയൊരു ഗിഫ്റ്റ് കൂടിയായി മാറി ആ പുറത്താക്കൽ എന്നുള്ളതാണ്. ഇടവേള.
real time, on the go. India chooses Network 18. Commanding a whopping 80% of social audience. We don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. കേരളം ആര് ഭരിക്കും? ഭരണത്തുടർച്ചയോ ഭരണമാറ്റമോ? BJP എത്ര വരെ? മുഖ്യമന്ത്രി ആരാകണം? ജനവിധിക്ക് മുൻപേ ആദ്യ ഫലം. വോട്ട് വൈബ് എക്സിറ്റ് പോൾ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ മാത്രം. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയണ്ടേ? വിളിക്കൂ ന്യൂസ് 18 പൊതുവേദിയിലേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാടു കേൾക്കട്ടെ. ഒരു രാവിനും പകലിനും ഇടയിലെ നേരം, അത് ചിലർക്ക് കൂടണയലിന്റെ ആശ്വാസ നേരമാകാം. മറ്റു ചിലർക്ക് ഒടുങ്ങാത്ത തിരക്കുകളുടെ ഉദയ നേരമാകാം. ഉദയാസ്തമയങ്ങളില്ലാത്ത വാർത്തകളുടെ കടൽ തീരത്ത് നേരങ്ങളെല്ലാം ഒരുപോലെയാണ്. ഇവിടെ നമുക്കൊന്നിച്ച് ഒരല്പനേരമിരിക്കാം. ഒരു ചൂട് ചായ പങ്കിടുന്ന ഉണർവോടെ കുറച്ച് വാർത്തകളും കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. കേരളം ഇനി ആര് ഭരിക്കണമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട കണക്കുകൂട്ടലുകളും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ തുടരുമെന്ന വിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. പക്ഷേ മറുവശത്ത് UDF തരംഗമുണ്ടായാൽ 100-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് UDF നേതാക്കൾ വിശ്വസിക്കുന്നു. അല്പം മുമ്പ് VD സതീശൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നാളത്തെ ദിവസം തിരുവനന്തപുരത്തായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകട്ടെ സ്വന്തം മണ്ഡലത്തിൽ ധർമ്മട നാട്ടിലുണ്ടാകും. രാജീവ് ചന്ദ്രശേഖർ നേമത്തുണ്ടാകും. മറ്റ് നേതാക്കളൊക്കെ KPCC അധ്യക്ഷനൊക്കെ കണ്ണൂരിലും മറ്റുമായിരിക്കുമെന്നാണ് വിവരങ്ങൾ അറിയുന്നത്. ഏതായാലും നെഞ്ചിടിപ്പിലും തിരക്കുകളിലും മറ്റുമാണ് നേതാക്കളും മറ്റുമുള്ളത്. BV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, നമുക്കിനിയിപ്പോൾ ചർച്ചകൾക്കോ അഭിപ്രായ പ്രകടനങ്ങൾക്കോ വിലയിരുത്തലുകൾക്കോ ഒന്നും പ്രസക്തിയില്ല. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകണമല്ലോ. നേതാക്കളൊക്കെ എവിടെയാണ്? ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എവിടെയാണ്? അവരാരെങ്കിലും രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായോ? ഈ ആത്മവിശ്വാസം എന്നതിനപ്പുറം ഒരു കൃത്യമായ കണക്കിലേക്ക് ഈ അന്തിമ നിമിഷത്തിലെങ്കിലും ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ജനമനസ്സ് വളരെ പാടാണ് അറിയാൻ. പക്ഷേ ചില സൂചനകളൊക്കെ ഉണ്ടല്ലോ പലർക്കും. വിലയിരുത്താൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളുമാണല്ലോ നമ്മുടെ പ്രധാന കക്ഷികളൊക്കെ. ഈ അവസാന മണിക്കൂറിലും പ്രതീക്ഷകളും സ്വപ്നങ്ങളും തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. 75 സീറ്റിൽ കുറയാത്ത സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ ഉറപ്പും ധൈര്യവും തന്നെയാണ് CPM-ന്റെയും മുന്നണികളുടെ ഇടതു മുന്നണിയുടെയും ഒക്കെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രി വെറുതെ ഒരു കണക്ക് പറയില്ല. ഈ എക്സിറ്റ് പോളുകളെല്ലാം വിപരീത ഫലം പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വകുപ്പിലെ സെക്രട്ടറിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അതിലും നമ്മൾ യാത്ര പറഞ്ഞ് പിരിയാനല്ല, ഇത് 2 ആഴ്ചയ്ക്കകം നമ്മൾക്ക് വീണ്ടും കാണേണ്ടി വരുമെന്ന് അദ്ദേഹം
സെക്രട്ടറിമാരോട് പറഞ്ഞ് അത്രയധികം ആത്മവിശ്വാസത്തിലാണ്. ഒരു മന്ത്രി അദ്ദേഹത്തെ കാണാനെത്തുമ്പോൾ മന്ത്രി അദ്ദേഹത്തെ വയനാട്ടിലേക്ക് പോകേണ്ടേ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു തവണ കൂടി നമുക്ക് വോട്ടെണ്ണലിൽ പോകേണ്ടേ CM ചോദിക്കുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പോകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ഒരു വിവരമുണ്ട്. അങ്ങനെ അത്രയധികം ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് കേവലം ഇന്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ CPM-ന്റെ ഇടതുമുന്നണിയുടെ കണക്കുകളോ മാത്രമല്ല, കൃത്യമായ സർവേ, ചില സ്വകാര്യമായ ചില സർവേകൾ കൂടി മുഖ്യമന്ത്രിക്ക് അതിന് തെളിവായി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ധർമ്മടത്തായിരിക്കും, പിണറായിലായിരിക്കും, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലായിരിക്കും. അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ചൊവ്വാഴ്ചയോടുകൂടി മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തും. ബുധനാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച 11 മണിക്ക് ക്യാബിനറ്റ് ഉണ്ട്. ഇന്നലെ മന്ത്രിമാരോട് ഓൺലൈൻ ക്യാബിനറ്റിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവർക്കും വിജയാശംസ, മത്സരിച്ച എല്ലാവർക്കും വിജയാശംസ നേരുന്നു. 5-ന് നേരിട്ട് വീണ്ടും കാണാം, എല്ലാവരും ക്യാബിനറ്റിൽ തിരുവനന്തപുരത്ത് നേരിട്ട് പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഔദ്യോഗികമായ ഒരു നടപടിക്രമമാണ്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നു, അത് ഗവർണർ അറിയിക്കാൻ വേണ്ടി ക്യാബിനറ്റ് ചേരണം. ഒരു ക്യാബിനറ്റ് ആണെങ്കിൽ പോലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നലെയും ഓൺലൈൻ മീറ്റിംഗിൽ പോലും മുഖ്യമന്ത്രി മന്ത്രിമാരെ അഭിസംബോധന ചെയ്ത്. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വലിയ ശുഭപ്രതീക്ഷയിലാണ്. ദിവസങ്ങൾക്കപ്പുറം ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലും പിന്നീട് ക്ലിഫ് ഹൌസ് ഔദ്യോഗിക വസതിയിലും എത്താമെന്ന പ്രതീക്ഷയിൽ ഇന്ന് രാത്രി വന്ദേ ഭാരത് ട്രെയിനിൽ പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നാളെ അദ്ദേഹം തിരുവനന്തപുരത്താകും, കന്റോൺമെന്റ് ഹൌസിൽ നിന്നാകും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ നേതാവ് വീക്ഷിക്കുക. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക വസതിയായ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയ കന്റോൺമെന്റ് ഹൌസിൽ ഇരുന്നാകും. നാളെ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടാകും. മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഉച്ചയ്ക്ക് ശേഷം ഹരിപ്പാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് ഉച്ചവരെ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഉച്ചവരെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ, നേമത്തെ BJP സ്ഥാനാർത്ഥി, BJP ഇത്തവണ നേമത്ത് കഴിഞ്ഞ തവണ ശിവൻകുട്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് പൂട്ടിച്ച അക്കൌണ്ട് റീ ഓപ്പൺ ചെയ്യുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുമപ്പുറത്തേക്ക് നിർണായക ശക്തിയായ ഒരു തൂക്ക് സഭ വരികയും അവിടെ BJP നിർണായകമായി മാറുകയും ചെയ്യുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് BJP കേന്ദ്രങ്ങൾ. ഒരുപക്ഷെ ഇരട്ട സംഖ്യയിലേക്ക് പോകാവുന്ന സീറ്റുകൾ ലഭിക്കുമെന്ന വലിയ ആത്മവിശ്വാസം BJPക്ക് അവസാന മണിക്കൂറുകളിലുമുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികളും സ്വപ്നങ്ങൾ കാണുകയാണ്, മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ജനമനസ്സ് എന്ത് എന്ന കാര്യത്തിൽ അതേസമയത്തിന് ജനമനസ്സ് എന്താ എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നീണ്ട കാത്തിരിപ്പാണ്. 25 ദിവസത്തെ ഒരു ഇടവേള, ഒരു വലിയ കാത്തിരിപ്പിന് ശേഷമാണ് അതിലേക്ക് വരുന്നത്. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. Real time, on the go. India chooses Network 18. Commanding a whopping 80% of social audience. We don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. കേരളം ആര് ഭരിക്കും? ഭരണത്തുടർച്ചയോ ഭരണമാറ്റമോ? BJP എത്ര വരെ? മുഖ്യമന്ത്രി ആരാകണം?
കടുത്ത വേനൽ ചൂടിൽ ഭൂമി വറ്റി വരളുമ്പോഴും കുട്ടനാട്ടിലെ ജനങ്ങളിൽ ചിലർ ഇപ്പോഴും വെള്ളപ്പൊക്ക ദുരിതത്തിലാണ്. പുളിങ്കുന്ന് കൃഷിഭവന് കീഴിൽ വരുന്ന മണപ്പള്ളി പാടശേഖരത്തിന്റെ മട തുറന്നുവിട്ടതാണ് പുരയിടവും വീടുമെല്ലാം വെള്ളത്തിലാക്കിയത്. ഇഴജന്തുക്കളുടെ ശല്യം കൂടി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കുട്ടനാട്ടിൽ പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് പുളിങ്കുന്നത്തുകാർ. പാടശേഖരത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടങ്ങുന്ന അവരുടെ ഭരണസമിതി കാണിച്ചു കൂട്ടിയ വെറും തോന്നിവാസം മാത്രമാണിത്. കാരണം അവർക്കിത് ചെയ്യാമായിരുന്നിട്ട് കൂടി അവർ ഇതിന്റെ മാർഗം ചെയ്തില്ല. അവർക്ക് വെള്ളം തുറന്നു വിട്ട് ഏറ്റവും ഇറക്കം ആകുമ്പോഴത്തേനും വേലിയിറക്കത്തിൽ കയറുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ഇതിന്റെ മട കുത്തി ഈ വെള്ളം മോട്ടർ വെച്ച് കളയാമായിരുന്നിട്ട് കൂടി അവർ മനുഷ്യനെ അങ്ങേറ്റം നമ്മളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പുളിങ്കുന്ന് പഞ്ചായത്തിൽ 15-16 വാർഡുകളിലായാണ് ദുസ്സഹമായ സാഹചര്യം. സാധാരണ മോട്ടോർ തറകൾ വഴി പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയുകയാണ് പതിവ്. എന്നാൽ മോട്ടറിന്റെ കേടുപാട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തറ ഇളക്കിയപ്പോൾ വരമ്പ് തകർന്നതാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ കാരണമായത്. വീടുകളുടെ ഉള്ളിൽ വരെ വെള്ളം കയറി. ഇപ്പൊ തുറന്നിരിക്കുന്ന ഭാഗത്ത് ഒരു മുട്ട വെച്ച് മണ്ണിചാക്ക് വെച്ച് അടുക്കി കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത മോട്ടോർ പെർമനന്റ് കണക്ഷനോടുകൂടി കിടക്കുന്നുണ്ട്. അത് ഓടിച്ച് പുരയിടത്തിലെ വെള്ളം ഇറക്കി കൊടുത്താൽ ഈ വിഷയം ഇത് അവസാനിക്കും. ഇപ്പോൾ നാട്ടുകാർ ഇത് വളരെയേറെ ദുരിതത്തിലാണ്. ഇവിടെ പാമ്പ് ശല്യമുണ്ട്, ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ താമസിക്കുന്നുണ്ട്. ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും. മണിമല ആറ്റിലേക്ക് ഒഴുക്കേണ്ട വെള്ളമാണ് പുരയിടങ്ങൾ നിറഞ്ഞത്. തണ്ണീർമുക്കം ബണ്ടുകൂടി തുറന്നു കിടക്കുന്നതിനാൽ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളമാണ് കയറുന്നത്. ഇതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കുട്ടനാട് തഹസിൽദാർ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വേലിയിറക്ക സമയത്ത് ബണ്ട് കെട്ടി അടക്കാമെന്ന് മണപ്പള്ളി പാടശേഖര സമിതി അറിയിച്ചിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കുന്നിടങ്ങളിൽ മൂർഖൻ പാമ്പിന്റെ ശല്യവും രൂക്ഷമാണ്. 4ഓളം പാമ്പുകളെയാണ് പ്രദേശവാസികൾ ഇതുവരെ പിടികൂടിയത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.